ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിലെ പുതിയൊരു മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. പുതിയൊരു ചാപ്റ്ററാണ് ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്നിട്ടുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്, നമ്മുടെ മൊഡ്യൂൾ 2. ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്: ടൈപ്സ് ഓഫ് ബോണ്ട്, ഇന്റർനാഷണൽ ബോണ്ട്, ബോണ്ട് yield, yield to maturity, റിസ്ക് അനാലിസിസ് ഓഫ് ബോണ്ട്സ്, ബോണ്ട് വാല്യൂ തിയറം, ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് നമുക്ക് എന്താണ് ബോണ്ട് എന്ന് നോക്കാം. ബോണ്ട് ആർ ലോങ് ടേം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഡിബഞ്ചേഴ്സ് ആർ ഓൾസോ ലോങ് ടേം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ ഫിക്സഡ് ഇൻകം തരുന്ന ഒരു സെക്യൂരിറ്റിയാണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഡിബഞ്ചറും എന്താണ്, അതേപോലെ തന്നെയാണ്, ലോങ് ടേം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് രണ്ടിനും വ്യത്യസ്ത പേര് എന്ന് പറഞ്ഞാൽ താഴെ നോക്കുക. ഇൻ ഇന്ത്യ, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് issued by the government and public sector units are generally referred to as bond. ഇന്ത്യയിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോണ്ട് എന്ന് പേരിട്ട് വിളിക്കുക. ഓക്കെ, ഓർത്തു വെക്കുക, ഗവൺമെന്റും പബ്ലിക് സെക്ടർ യൂണിറ്റ്സും. While debt securities are issued by the private sector and joint stock companies are called debentures. അതാണ് വ്യത്യാസം. ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഏജൻസികളും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുക. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് അവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. അതാണ് ഡിബഞ്ചേഴ്സും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, the two major categories of bonds are government bonds and corporate bonds. ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് ബോണ്ട്സിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഇനി ഗവൺമെന്റ് ബോണ്ട്സ് ആർ റെപ്രസെന്റ്സ് ദ ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെന്റ്. സിൻസ് they are backed by the government, they are considered free from default risk. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അത് ഡിഫോൾട്ട് റിസ്ക് കുറയാണ്. ഡിഫോൾട്ട് റിസ്ക് ഉണ്ടാവില്ല അതിന്, കാരണം നമുക്ക് അറിയാം ഹൈലി സെക്യൂർഡ് ആയിരിക്കും, റിസ്ക് കുറവായിരിക്കും. ഓക്കെ, കോർപ്പറേറ്റ് ബോണ്ട്സ് റെപ്രസെന്റ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്. പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് അവരുടെ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിബഞ്ചർ എന്ന് പറയാം. കോർപ്പറേറ്റ് ബോണ്ട്സ് ആർ ബാക്ക്ഡ് ബൈ ദ ക്രെഡിറ്റ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി. ഇറ്റ് ഈസ് ദ കമ്പനീസ് എബിലിറ്റി ടു ഏൺ മണി ആൻഡ് ടു മീറ്റ് ദ ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ദാറ്റ് ഡിറ്റർമൈൻസ് ബോണ്ട്സ് ഡിഫോൾട്ട് റിസ്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിഫോൾട്ട് റിസ്ക് ഉണ്ടാവും. നമ്മളെ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ബോണ്ടിൽ, അതായത് ഡിബഞ്ചേഴ്സിൽ സ്വാഭാവികമായിട്ടും അവിടെ ഡിഫോൾട്ട് റിസ്ക് കൂടുതലായിരിക്കും. In the case of bonds, both the cash flow streams, interest and principal, and time horizon maturity are well specified and fixed. ഈ ബോണ്ടിന്റെ കാര്യത്തിൽ ഈ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ്, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഉണ്ടാവും, അതൊക്കെ ഫിക്സഡും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വലിയ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, അതിന്റെ അണ്ടറിലാണ് ഈ ചെറിയ ടൈപ്സ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സിൽ പറയാണ്. ഫസ്റ്റ് വൺ, സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൂപ്പൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ കൂപ്പൺ എന്ന് പറയാം. ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ കൂപ്പൺ എന്ന നെയിം കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല, സീറോ ഇൻട്രസ്റ്റ് ബോണ്ട് ആയിരിക്കും അത്. ഓക്കെ, ദീസ് ആർ ദ ബോണ്ട്സ് ഇഷ്യൂഡ് അറ്റ് ദ ഡിസ്കൗണ്ട് ടു പാർ വാല്യൂ ആൻഡ് റീപെയ്ഡ് അറ്റ് ദ ഫേസ് വാല്യൂ. അതായത് ഇപ്പൊ ഒരു ബോണ്ടിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇൻട്രസ്റ്റ് ഇല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള ആൻസർ ആണ് ഫസ്റ്റ് വരിയിൽ പറയുന്നത്. ഇവിടെ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡിൽ നമുക്ക് എന്തിൽ കിട്ടും, പാർ വാല്യൂല് കിട്ടും. ഓക്കെ, അതായത് ഒരു ബോണ്ടിന്റെ വില 1 lakh rupees ആണെങ്കിൽ നമുക്ക്
കമ്പനി അത് ഇഷ്യൂ ചെയ്യുക 50,000 രൂപയ്ക്കായിരിക്കും. ഓക്കെ, അതായത് അതിന്റെ ഫേസ് വാല്യൂവിനെക്കാട്ടും കുറഞ്ഞ വിലയിൽ കമ്പനി എന്താക്കും, അത് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് മെച്യൂരിറ്റി പീരീഡ് 5 വർഷമായി വിചാരിക്കുക. ആ 5ാമത്തെ വർഷം കമ്പനി നമുക്ക് എന്ത് തരും, 1,00,000 രൂപ തരും. മനസ്സിലായോ? അതിന്റെ ഇടയിൽ ഇൻട്രസ്റ്റ് ഒന്നും തരില്ല. അത്തരം ബോണ്ട്സിനെയാണ് നമ്മൾ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയാം. നോ പീരിയോഡിക് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. The difference between the issue price and the redemption price represents the return to the holder. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹോൾഡറിന് എന്താണ് റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇഷ്യൂവിന്റെ ടൈമിൽ അയാൾ വാങ്ങുന്ന സമയത്തുള്ള പ്രൈസും മെച്യൂരിറ്റി പീരീഡിൽ കിട്ടുന്ന പ്രൈസും അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 50,000 രൂപയായിരിക്കും റിട്ടേൺ എന്ന് പറഞ്ഞാൽ. ഇഫ് ദ ബയർ ഓഫ് ദീസ് ബോണ്ട്സ് റിസീവ്സ് ഓൺലി എ പേയ്മെന്റ് അറ്റ് ദ മെച്യൂരിറ്റി ഓഫ് ദ ബോണ്ട്സ്, അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇത്തരത്തിൽ ബോണ്ട് വാങ്ങുന്ന ഒരാൾക്ക് ഈ ബോണ്ടിന്റെ എമൗണ്ട് എപ്പോഴാണ് കിട്ടുള്ളൂ, മെച്യൂരിറ്റി പീരീഡിലാണ് കിട്ടുള്ളൂ. കാരണം അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് മെച്യൂരിറ്റി പീരീഡിലാണ് എന്ത് കിട്ടുള്ളൂ, മൊത്തത്തിലുള്ള പേയ്മെന്റ് കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ബോണ്ടാണ് ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട്. ദേ ആർ ഡിസൈൻഡ് ടു മീറ്റ് ദ ലോങ് ടേം ഫണ്ട്സ് റിക്വയർമെന്റ് ഓഫ് ദ issuer and investors who are not looking for immediate return and can be sold with a long-term maturity of 25 to 30 years at a deep discount on the face value of debentures. ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ സീറോ കൂപ്പൺ ബോണ്ട് പോലെ തന്നെയാണ്. പക്ഷേ ഇത് വളരെ മെച്യൂരിറ്റി പീരീഡ് കൂടുതലായിരിക്കും. ലോങ് ടേം മെച്യൂരിറ്റി ആയിരിക്കും, 25 to 30 years. ഇവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ 1,00,000 രൂപന്റെ ബോണ്ട് 10,000 രൂപക്കൊക്കെ എന്ത് കിട്ടും, ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. പക്ഷേ അവർക്ക് എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല. മാത്രമല്ല 25 ലക്ഷം രൂപ 25 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് അവരെ ബോണ്ട് മെച്യൂരിറ്റി കാലയളവ് ആവുള്ളൂ. ആ മെച്യൂരിറ്റി പീരീഡിൽ അവർക്ക് എന്ത് കിട്ടും, 1,00,000 രൂപ കിട്ടും. അപ്പൊ ഡീപ് ഡിസ്കൗണ്ട് ആണ് ലോങ് ടേം മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത കൺവേർട്ടിബിൾ ബോണ്ട്. കൺവേർട്ടിബിൾ ബോണ്ട് എന്താ നോക്കാം. എ ബോണ്ട് ഗിവിംഗ് ദ ഇൻവെസ്റ്റർ the option to convert the bonds into equity at a fixed conversion price after a specified period is called convertible bond. Convertible bond എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെസിഫൈ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബോണ്ട് വേണമെങ്കിൽ എന്താക്കാം, ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ടിന്റെ ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ കൺവേർട്ടിബിൾ ബോണ്ട്സ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ബോണ്ടാണ് കോളബിൾ ബോണ്ട് ആൻഡ് പുട്ടബിൾ ബോണ്ട്. എല്ലാ തവണയും സ്ഥിരമായിട്ട് ചെറിയ രീതിയിലെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് കോളബിൾ ബോണ്ട്, എന്താണ് പുട്ടബിൾ ബോണ്ട് എന്നുള്ളത്. ഓക്കെ, കോളബിൾ ബോണ്ട്സ്. എ കോളബിൾ ബോണ്ട് ഈസ് എ ബോണ്ട് ഇൻ വിച്ച് ദ ഇഷ്യൂർ ഹാസ് ദ റൈറ്റ് ടു കോൾ ദ ബോണ്ട്സ് away from the investors for a price determined at the time that the bonds is issued. The amount will be greater than the principal amount. Okay, കോളബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്യൂവർക്ക് ആ ബോണ്ട് തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അത്തരം ബോണ്ടുകളെയാണ് നമ്മൾ കോളബിൾ ബോണ്ട് എന്ന് പറയാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗവൺമെന്റിന് എന്ത് അധികാരം ഉണ്ടാവുന്ന പറയാണ്, ഇവിടെ മെച്യൂരിറ്റി പീരീഡിന് മുന്നേ ബോണ്ട് തിരിച്ചെടുക്കാനുള്ള അവകാശം, ഇൻവെസ്റ്റർ കയ്യിൽ നിന്ന് ബോണ്ട് തിരിച്ചെടുക്കാനുള്ള അവകാശം ഇവിടെ ഇഷ്യൂവർക്ക് ഉണ്ട്. അത്തരം ബോണ്ടിനെയാണ് നമ്മൾ കോളബിൾ ബോണ്ട് എന്ന് പറയാം. അപ്പം ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റർക്ക് എന്ത് കൊടുക്കുന്നു പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിനെ കാട്ടിയും, അതായത് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടും കൂടുതലായിട്ടുള്ള എമൗണ്ട് ആര് കൊടുക്കും, ഇഷ്യൂവർ ഇൻവെസ്റ്റർക്ക് കൊടുക്കും. ഇനി പുട്ടബിൾ ബോണ്ടാണ്. എ പുട്ടബിൾ ബോണ്ട് അലോസ് ദ ഇൻവെസ്റ്റർ ടു സെൽ ദ ബോണ്ട്സ് ബാക്ക് ടു ദ ഇഷ്യൂവർ പ്രയർ ടു മെച്യൂരിറ്റി അറ്റ് ദ പ്രൈസ് ദാറ്റ് ഈസ് സ്പെസിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് ബോണ്ട് ഈസ് ഇഷ്യൂഡ്. പുട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്ററിന്റെ റൈറ്റ് ആണ്. അതായത് ഇൻവെസ്റ്റർക്ക് എന്താക്കാം, മെച്യൂരിറ്റി പീരീഡിന് മുന്നേ ആ ബോണ്ട് ഇഷ്യൂവർക്ക് തന്നെ എന്താക്കാം, തിരിച്ചു നൽകാം. ഓക്കെ, ഇഷ്യൂവർക്ക് തന്നെ സെയിൽ ചെയ്യാം മെച്യൂരിറ്റി പീരീഡിന് മുന്നേ, പ്രയർ ടു മെച്യൂരിറ്റി പീരീഡിന് മുന്നേ സെയിൽ ചെയ്യാം. അത്തരത്തിലുള്ള ബോണ്ടിനെയാണ് പുട്ടബിൾ ബോണ്ട് എന്ന് പറയാം. ഈ കോളബിൾ ബോണ്ടും പുട്ടബിൾ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോളബിൾ ബോണ്ട് ഇഷ്യൂവറിന്റെ റൈറ്റ് ആണ്. അതായത് ബോണ്ട് കൊടുക്കുന്ന ആളുടെ റൈറ്റ് ആണ് തിരിച്ചെടുക്കുക എന്നുള്ളത്, മെച്യൂരിറ്റി പീരീഡിന് മുന്നേ തിരിച്ചെടുക്കാനുള്ള അവകാശം. പുട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്ററിന്റെ റൈറ്റ് ആണ്. ഇൻവെസ്റ്റർക്ക് എന്താക്കാം, മെച്യൂരിറ്റി പീരീഡിന് മുന്നേ എന്താക്കാം, ആ ബോണ്ട് ഇഷ്യൂവർക്ക് തിരിച്ചു നൽകാം. ഓക്കെ, ഇനി മൂവ് ഓൺ ടു ഫിക്സഡ് റേറ്റ് ബോണ്ട്സ്. ഫിക്സഡ് റേറ്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂപ്പൺ വിൽ റിമെയിൻ ഫിക്സഡ്. കൂപ്പൺ റേറ്റ് ഫിക്സഡ് ആയിട്ടുള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിക്സഡ് റേറ്റ് ബോണ്ട്സ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് കൂപ്പൺ ഈസ് പ്രീ ഡിസൈഡഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കൂപ്പൺ റേറ്റ് എന്തായിട്ടുണ്ടാവും,
ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബോണ്ട് ഇഷ്യൂഡ് ഫോർ 5 years അറ്റ് എ കൂപ്പൺ ഓഫ് 14, ബോണ്ട് ഇഷ്യൂ ചെയ്യുക 5 വർഷത്തേക്ക് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യണം, അതിന്റെ കൂപ്പൺ റേറ്റ് എത്രയാണ്? 14% ആണ്. അത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറയാണ്. ഓക്കെ, അത്തരം ബോണ്ടിനെയാണ് നമ്മൾ ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് ഫോർ 5 years at the coupon is 10, 12, 13, 14, 15, the coupon is increasing all the 5 years. It is also fixed because the coupon rate is also pre-decided. ഇപ്പം ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു കൂപ്പൺ വിൽ റിമെയിൻ ഫിക്സഡ്, കൂപ്പൺ റേറ്റ് ഫിക്സഡ് ആയിട്ടുള്ള ബോണ്ടിനെയാണ് നമ്മൾ ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്ന് പറയാം. അവിടെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടാണ് നമ്മൾ എന്താക്കുക ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാം. അപ്പം ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ വർഷവും വ്യത്യസ്ത എമൗണ്ട് ആണെങ്കിൽ, വ്യത്യസ്ത ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ കൂടെ അത് മുൻകൂട്ട് പറയുകയാണെങ്കിൽ അത്തരം ബോണ്ടിനെ നമ്മൾ ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ് ആണ്. എ ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട് ഈസ് എ ഡെപ്റ്റ് സെക്യൂരിറ്റി വിത്ത് എ വേരിയബിൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ദ ഇൻട്രസ്റ്റ് പെയ്ഡ് it would vary with the prevailing market interest. So when we don't know the coupon rate of the next year, it will be known as floating rate bond. Floating rate notes എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കില്ല, ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കില്ല, നമുക്ക് മുൻകൂട്ടി എത്ര ഇൻട്രസ്റ്റ് കിട്ടും നമുക്കറിയില്ല. ഇവിടെ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ വേരി ചെയ്യും. 5 വർഷത്തേക്കുള്ള ബോണ്ട് ആണെങ്കിൽ ഓരോ വർഷവും ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇൻവെസ്റ്റർക്ക് മുൻകൂട്ടി എന്ത് പറഞ്ഞു കൊടുക്കില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറയൂല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പ്ലെയിൻ വാനില ബോണ്ട്. പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ബോണ്ടിനെ പോലെ തന്നെയാണ്, ഫിക്സഡ് റേറ്റ് ബോണ്ടിനെ പോലെ തന്നെയാണ്. കൂപ്പൺ വിൽ റിമെയിൻ സെയിം ഫോർ ദ എൻറ്റയർ പീരീഡ് ഓഫ് ടൈം. റിഡംഷൻ വിൽ ബി ഇൻ വൺ ഷോട്ട് അറ്റ് ദ എൻഡ്. ഓക്കെ, പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ബോണ്ടിനെ പോലെ തന്നെയാണ്. എല്ലാ വർഷവും ഫിക്സഡ് റേറ്റ് തന്നെയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. പ്ലസ് ഇവർക്ക് ഈ എമൗണ്ട്, ഈ ബോണ്ടിന്റെ എമൗണ്ട് എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ? അറ്റ് ദ എൻഡ് ഓഫ് മെച്യൂരിറ്റി പീരീഡിന്റെ ടൈമിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? എമൗണ്ട് കിട്ടുള്ളൂ. അതിനെ കൊണ്ടാണ് പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബോണ്ടിന്റെ മെച്യൂരിറ്റി പീരീഡ് 5 years ആണെങ്കിൽ ആ 5ാമത്തെ വർഷം മാത്രമേ അവർക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ആ പൈസ മെച്യൂരിറ്റി പീരീഡിൽ മാത്രമാണ് ഇൻവെസ്റ്റർക്ക് പൈസ തിരിച്ചു കിട്ടുള്ളൂ. ഓക്കെ, അത്തരം ബോണ്ടിനെയാണ് പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ വർഷവും കൊടുക്കലുണ്ടാവും, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴാണ് കിട്ടുള്ളൂ? അത് മെച്യൂരിറ്റി ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ, ഒരൊറ്റ ടൈമിലാണ് കിട്ടുള്ളൂ. അതിനെ കൊണ്ടാണ് പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറയുന്നത്. ഇനി നോൺ പ്ലെയിൻ വാനില ബോണ്ട് ആണ്. നോൺ പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറഞ്ഞാൽ ദ കൂപ്പൺ ചേഞ്ചസ് മേ ബി എവറി ഇയർ ഓർ മേ ബി ഓഫ് എവറി 2 years. At the redemption may not be at the lump sum. Redemption may be parts in every year. Okay, നോൺ പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറഞ്ഞാൽ കൂപ്പൺ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വേണം ചിലപ്പം 2 വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യും, ചിലപ്പോൾ 1 വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യും, എന്തായാലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഇൻവെസ്റ്റർക്ക് അയാളുടെ എമൗണ്ട് ഇങ്ങനെ ലംസമായിട്ട് കിട്ടും, ഒരുമിച്ചല്ലാതെ പാർട്സ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഒരാൾ 5 ലക്ഷം രൂപയാണ് ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 വർഷമാണ് മെച്യൂരിറ്റി പീരീഡ് എങ്കിൽ അയാൾക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്ന രീതിയിലൊക്കെ എന്താവും ബോണ്ട് സെറ്റ് ചെയ്യും. അത്തരം ബോണ്ടിനെയാണ് നമ്മൾ നോൺ പ്ലെയിൻ വാനില ബോണ്ട് എന്ന് പറയാം. താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ 5,000 ഫേസ് വാല്യൂ ബോണ്ട് issued and will be redeemed by 1/5 every year is called non plain vanilla bonds. ഇവിടെ ഒരു 5,000 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മെച്യൂരിറ്റി പീരീഡ് 5 year ആണ്. ഓരോ വർഷവും 1/5 എവറി ഇയർ എന്ന് പറയുന്നത്. അതായത് ഓരോ വർഷവും കഴിയുമ്പോൾ അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000 രൂപ ഇങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 5ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ അയാളെ എമൗണ്ട് ഫുൾ ആയിട്ട് അയാൾ എന്താക്കും? പിൻവലിക്കും. ഓക്കെ, ഇനിയും കുറെ ബോണ്ടുകൾ ഉണ്ട്. അപ്പോൾ സമയം കൂടുതൽ കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി ബോണ്ട്സിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ടുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.